ഒരു വെറുപ്പുമില്ലാതെ സ്നേഹത്തോടെ പരിചരിച്ച് വളർത്തി വലുതാക്കിയവരാ. അതേ അവസ്ഥയിലാണ് ഇന്നവർ കിടക്കുന്നത്. അതിന് പൈസ കൊടുത്ത് ആളെ വെക്കുകയല്ല ചെയ്യേണ്ടത്. ആലോചിച്ച് നോക്കി, നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോഴേ നമ്മളെ കൂടെ ആ ബാത്റൂമിലേക്ക് നമ്മളെ സഹായിക്കാൻ വരണമെന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആരാ? അയൽവക്കക്കാരാണോ? നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നമ്മളെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഏതോ ആണോ പെണ്ണോ ആണോ നമ്മുടെ കൂടെ ബാത്റൂമിലേക്ക് വരണം നമ്മൾ ആഗ്രഹിക്കുക? അല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇണയുണ്ട് എങ്കിൽ, നമ്മുടെ ഭാര്യ ഭർത്താവ് ജീവനോടെ ഉണ്ട് എങ്കിൽ, അവർക്ക് പ്രാപ്തിയുണ്ടെങ്കിൽ അവർ വരണമെന്ന് ആഗ്രഹിക്കുക. അവരില്ല എങ്കിൽ നമ്മൾ ആഗ്രഹിക്കേ നമ്മൾ പ്രസവിച്ച് പോറ്റി വളർത്തി നമ്മളെ മക്കൾ വരണമെന്നാ, ആ കുട്ടികൾ വരണമെന്നാ. ലക്ഷങ്ങൾ അയച്ചു കൊടുത്തിട്ടും കാര്യമില്ല, ഹോം നേഴ്സ് പൊന്നുപോലെ നോക്കിയിട്ടും കാര്യമില്ല. ആ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സംതൃപ്തി നമുക്ക് ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉമ്മയും ഉപ്പയെയും പ്രായമായി നീ പരിചരിച്ച് എന്നാ പറയണത്. നീ പരിചരിച്ച് നിന്റെ അരികിൽ നിന്നും അവർ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ പടച്ചോ നിനക്ക് നൽകുന്നത് സ്വർഗാണ് കേട്ടോന്ന്. അതാണ് എൻ്റെ ബാധ്യത. എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഏറ്റവും മികച്ച മകള് ഞാനാവണം. എൻ്റെ ഉമ്മാക്കോ ഉപ്പാക്കോ അവരുടെ കാര്യങ്ങൾ പരസഹായമില്ലാതെ ചെയ്യാൻ കഴിയാത്ത സമയം വരുമ്പോൾ ആങ്ങളനോട് ഇജ് 15 ദിവസം നോക്കിക്കോ, ഞാൻ 15 ദിവസം നോക്കാം നല്ല പറയേണ്ടത്. അത് ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടപ്രകാരം അവർക്ക് വിട്ടുകൊടുക്കുക എൻ്റെ ബാധ്യതയാണ്. എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ബാധ്യതയെ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. ആലോചിച്ച് ഉവൈസ് അൽ ഖർനി റഹിമഹുല്ല അള്ളാഹിൻ്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു താബിഈയായിരുന്നു. പ്രവാചകരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് പോലും നമുക്കറിയാം ആ മക്കത്തൊന്ന് ജീവിക്കാൻ പറ്റിയെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് അല്ലേ? ഉംറയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പഠിച്ചോനെ ഇവിടുന്ന് അങ്ങോട്ട് മരിക്കാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട ഈ പ്രാക്കളിൽ ഒന്നാവാൻ പറ്റിയെങ്കിൽ, ആ ഹറമിലെ പ്രാവിനെയൊക്കെ കാണുമ്പോഴേ ഈ പ്രാവുകളിൽ ഒന്നെങ്കിലും ആവാൻ പറ്റിയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഒരു പുണ്യഭൂമിയാണ്, അവിടെ ജീവിക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ അള്ളാഹിൻ്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് പോലും ഉവൈസ് അൽ ഖർനി റഹിമഹുല്ലയ്ക്ക് അള്ളാഹിൻ്റെ പ്രവാചകരെ ഒരിക്കൽ പോലും ഒരു തവണ പോലും കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. പക്ഷേ ഉണ്ടല്ലോ, എന്നിട്ടും ആ തിരുസന്നിധിയിൽ എത്തിയിട്ടില്ലാതിരുന്നിട്ട് പോലും അള്ളാഹിൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരുടെ അരികിൽ ഇദ്ദേഹത്തെ പോയി കാണുവാനും തൻ്റെ സലാം അറിയിക്കുവാനും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറഞ്ഞയക്കുമായിരുന്നു പോലും. എന്തിനാ പടച്ചോൻ ഇത്ര വലിയൊരു അനുഗ്രഹം അദ്ദേഹത്തിന് കൊടുത്തതെന്നറിയോ? അള്ളാഹിൻ്റെ പ്രവാചകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയേ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാം പറഞ്ഞറിയിക്കേ. ആലോചിച്ചോക്കി, ഇത്രയേറെ എന്ത് പുണ്യമാണ് ഇതിന് മാത്രം അദ്ദേഹം ചെയ്തത് നിങ്ങൾക്കറിയോ? എന്താണെന്നറിയോ ആ പുണ്യം? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രായമായ ഉമ്മ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രായമായ ഉമ്മയുണ്ട്. ഈ ഉമ്മയെ പരിചരിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ജാഗ്രത കാണിച്ചവരായിരുന്നു അദ്ദേഹം. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അള്ളാഹിൻ്റെ പ്രവാചകരെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എൻ്റെ ഉമ്മനെ പരിചരിക്കാൻ ആരാ ഉണ്ടാവുക? എൻ്റെ ഉമ്മൻ്റെ കാര്യങ്ങൾ ആരാ ചെയ്തു കൊടുക്കുക? എൻ്റെ ഉമ്മ പ്രയാസപ്പെടൂലേ, എൻ്റെ ഉമ്മ ബുദ്ധിമുട്ടൂലേ എന്ന ആദിയായിരുന്നു, ചിന്തയായിരുന്നു, പ്രയാസമായിരുന്നു പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതിന് പകരമായിക്കൊണ്ട് അള്ളാഹു നൽകിയ പുണ്യമാണ് ഇത്, അള്ളാഹു നൽകിയ കൂലിയായിരുന്നു ഇത്. അത്രയേറെ പ്രാധാന്യമുണ്ട് ഉമ്മാനോട് ഉപ്പാനോട്, അത്രയേറെ ബാധ്യതയുണ്ട് നമുക്ക്. അതുകൊണ്ട് എന്നിലെ ഏറ്റവും നല്ല മകളായി തീരുമ്പോൾ ഞാൻ അറിയേണ്ടതുണ്ട്, ഞാൻ എന്നോട് തീരുമാനമെടുക്കേണ്ടതുണ്ട്. എൻ്റെ പ്രവൃത്തികൾ കൊണ്ട്, എൻ്റെ വാക്കുകൾ കൊണ്ട്. നിസ്സാരമല്ല വാക്കുകൾ. പ്രായമായ ഉമ്മയാ, ഹൈ നിങ്ങളൊന്ന് മാറിക്കെന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ മനസ്സിന് എത്ര നോവുണ്ടെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഉമ്മ നിങ്ങൾ കേട്ടോളി, ഉമ്മ കേൾക്കണ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഉമ്മയെ കൂടി ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ മതി, ഉപ്പാക്ക് കൂടി ഉൾപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾ മതി എന്ന വളർച്ചയിലേക്ക്, ആ പക്വതയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തണം. എൻ്റെ പ്രവൃത്തികൾ കൊണ്ട്, എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ ഇടപെടലുകൾ കൊണ്ട്, എന്തിനേറെ പറയുന്നു എൻ്റെ ഒരു നോട്ടം കൊണ്ടുപോലും എൻ്റെ ഉമ്മയുടെയോ ഉപ്പയുടെയോ കണ്ണൊന്ന് നനയാൻ പോലും പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മകള് ഞാനായി പ്രിയപ്പെട്ടവരെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മകള് ഞാനായി.
അത്രയേറെ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ ഉമ്മയും വാപ്പയും. ഇന്നും അതെ, 33 വയസ്സ് റണ്ണിങ്ങാ എനിക്ക്. ഇപ്പോഴും എന്നോട് മോളെ സമയത്ത് ഭക്ഷണം കഴിക്കണില്ലേ, സമയത്ത് മരുന്ന് കുടിക്കണില്ലേ, വണ്ടിയിൽ എണ്ണ അടിച്ചിട്ടില്ലേ, എൻ്റെ കുട്ടി നല്ല കുട്ടിയാവണില്ലേ എന്ന് പോലും ഇന്നും എന്നോട് ചോദിക്കുന്നത് എൻ്റെ ഉമ്മയും ഉപ്പയും മാത്രമാണ്. ഒരു മാത്രമേ ചോദിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ. കാരണം ഈ ഭൂമിയിൽ എൻ്റെ നന്മ എന്നേക്കാളേറെ ആഗ്രഹിക്കുന്ന 2 മനുഷ്യർ, അവർ രണ്ടുപേരുവാ. ഞാൻ സങ്കടപ്പെടുമ്പോൾ എന്നേക്കാളേറെ സങ്കടപ്പെടുന്ന 2 പേരാ, മനുഷ്യന്മാർ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ബാധ്യതയാണ് ആ ഉമ്മയും ഉപ്പയും. ആ നല്ലവളിലേക്ക് ഞാൻ എത്തുക. നല്ല മകളായി ജനിക്കുന്ന കൂടെ, നല്ല മകനായി ജനിക്കുന്നതിൻ്റെ കൂടെ, മകനോ ആയി ജനിച്ച് ഞാൻ രണ്ടാമത് ഏറ്റവും നല്ല പെങ്ങളായി ജനിക്കുകയാണ്. ഏറ്റവും നല്ല ആങ്ങളയായി ജനിക്കുക. എൻ്റെ ക്ലിനിക്കിൽ ഒരു ദിവസം ഞാൻ ക്യാബിനിൽ ഇരിക്കുന്ന സമയത്ത് കൺസൾട്ടേഷൻ്റെ ഇടയിൽ പുറത്ത് 2 കേസ് വെയിറ്റിംഗ് ഉണ്ട്. നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? മടുക്കണ്ടാ? ഇപ്പൊ നിർത്ത്, കുറച്ച് നേരം കൂടി ഉള്ളൂ കേട്ടാ. എനിക്കും പോണം, നിങ്ങൾക്കും പോണം. എനിക്ക് 4 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ആങ്ങളെയും പെങ്ങളും ആണ് പുറത്തിരിക്കുന്നത്, വെയിറ്റ് ചെയ്യണത്. 1.5 മണിക്കൂർ ഞാൻ എൻ്റെ ക്യാബിനിൽ ഇരുന്നിട്ട് ഒരു ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വന്ന സിരകളിലൂടെ ഒരേ രക്തം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ആങ്ങളെയും പെങ്ങളും പരസ്പരം ഒന്ന് മിണ്ടാൻ പോയിട്ട് ഒന്ന് മുഖത്തോട് മുഖം പോലും നോക്കിയിട്ടില്ല. ഇനി അവരുടെ മക്കളുണ്ടായിരുന്നു കൂടെ. ഈ മക്കൾ പോലും, ഈ ആങ്ങളുടെയും പെങ്ങളുടെയും മക്കൾ പോലും പരസ്പരം ഒന്ന് മുഖത്തേക്ക് നോക്കുകയോ സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലിനിക്കിലെ ഉള്ളിൽ കയറി വന്നപ്പോഴാണ് എനിക്ക് കേസ് മനസ്സിലായത്. ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ 4 തെങ്ങ് ഓനേറെ കൊടുത്ത്. ആർക്ക്? ആങ്ങളൊക്കെ 4 തെങ്ങ് ഉമ്മ ഓനേറെ കൊടുത്തോലോ. ഇതിൻ്റെ പേരിൽ 8 വർഷമായി ഇവർ തമ്മിൽ മിണ്ടിയിട്ട് എന്ന്. എന്തിൻ്റെ പേരിൽ? 4 തെങ്ങിൻ്റെ പേരിൽ. പ്രിയപ്പെട്ടവരെ, 4 തെങ്ങിൻ്റെയും 2 തേങ്ങൻ്റെയും 2 സെൻറ്റ് ഭൂമീൻ്റെയൊക്കെ പേരിൽ തെറ്റി കഴിയണവർ ഈ മഹലിലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം കേട്ടാ. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ മഹലിനെ കുറിച്ച് ഒരുപാട് മഹാത്മ്യങ്ങൾ ഞാൻ കേട്ടു. ഇങ്ങനത്തെ പിണക്കങ്ങളും ചെറിയ ചെറിയ കുറുമ്പുകളും കുശുമ്പുകളും ആയി ജീവിക്കണവരുണ്ടെങ്കിൽ ആലോചിക്കുക. 4 തെങ്ങേറെ കൊടുത്തതിൻ്റെ പേരിൽ 8 വർഷമായിട്ട് മിണ്ടാത്ത ഓനോളും ബാങ്ക് കൊടുത്ത മുസല്ല വിരിക്കുന്നുണ്ട്. ബാങ്ക് വിളിച്ചാൽ പള്ളിയിലെത്തുന്നുണ്ട്, മുമ്പത്തെ സൊഫിൽ കയറി നിസ്കരിക്കണുണ്ട്. ഓള് കൂടെ സൽക്കാരത്തിന് ഓൻ കൂടൂല. ഓള് കയറിയ വാട്സപ്പിൽ നിന്ന് ഓനെ ലെഫ്റ്റ് അടിക്കും. ഓള് സലാം പറഞ്ഞാൽ ഓൻ വീട്ടൂല. ഓൻ പോണ സൽക്കാരത്തിന് ഓളും പോവില്ല. 2 പേരുടെയും മക്കളോ കുട്ടികളോ തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തിൻ്റെ പേരിൽ? മരിച്ചാല് ഖബറിൻ്റെ മുകളിൽ വെക്കാൻ പോലും നമ്മൾ ഈ തേങ്ങയും തെങ്ങും കൊണ്ടുപോവോ? ഇല്ലണ്ണാലേ. നമ്മൾ ചെയ്ത അമലുകൾ ഉണ്ടെങ്കിൽ, സ്വാലിഹായ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ, പറഞ്ഞു കൊടുത്ത നല്ല വാക്കുകൾ ഉണ്ടെങ്കിൽ, ഇത് 3 നമുക്ക് ഉപകാരപ്പെടുള്ളൂ. ഈ കണ്ട ഭൂമിയൊക്കെ കൂടി വാരിക്കൂട്ടി കൊണ്ടുപോണ ഒരു മനുഷ്യനും ഭൂമിയിലില്ല. അതിൻ്റെ പേരിലാ പിണങ്ങി ജീവിക്കുന്നത്. സംഗതി ഉമ്മ 4 തെങ്ങോനേറെ കൊടുക്കാൻ കാരണം എന്താ? ഓക്ക് 2 എണ്ണം കൊടുത്തുകണ്. ഈ തെങ്ങിൻ്റെ കണക്കേ ഞാനൊരു ഉദാഹരണം പറയണതാട്ടോ, മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇനി ആലോചിച്ച് 4 തെങ്ങിൻ്റെ പേരിലൊക്കെ തെറ്റ് ഡോക്ടർ വെറും തള്ള എന്ന് പറയാൻ നിൽക്കണ്ട. അല്ലാണ്ട് ഓല സ്വത്ത് വിവരങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റുമോ നിങ്ങളുടെ മുമ്പിൽ? പറ്റുമോ? ഇല്ലല്ലോ. കാരണം എനിക്കെന്നത് അറിയില്ലേ. അറിഞ്ഞാലല്ല പറയാ. ഞാൻ അറിഞ്ഞാലോട്ട് പറയൂല. അപ്പം ഈ 4 തെങ്ങ് ഓനേറെ കൊടുക്കാൻ കാരണം എന്താ? ഓക്ക് 2ഉം ഓന് 4 അല്ലേ ഇസ്ലാമിൽ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ? എനിക്ക് ഉമ്മാൻ്റെ കൈമത്ത് 1 വള ഊരി തന്നാലേ എൻ്റെ ആങ്ങളൊക്കെ എത്ര വള കൊടുക്കണം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഡോക്ടറെ. ഓന് 2 വള ഇല്ലേ? നമ്മളൊക്കെ ഉമ്മാൻ്റെ പള്ളേന്ന് ഒരേപോലെയല്ലേ വന്നത്? ആ ഉമ്മാൻ്റെ പാലന്നെയല്ലേ കുടിച്ചത്? ഈക്വാലിറ്റി എന്നൊക്കെ പറയും. പക്ഷേ സ്വത്ത് ഓരി വെക്കുമ്പോൾ ഓന് എന്നെ കയറ്റി. സ്വത്ത് ഓരി വെക്കുമ്പോൾ ഇൻ്റെ ഒരിരട്ടി ആങ്ങളൊക്കെ കൊടുക്കും. അത് കേൾക്കുമ്പോഴല്ലേ?
അപ്പം എല്ലാവരെയും മനസ്സിലുണ്ട്, എല്ലാവരെയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. സംഗതിയൊക്കെ സ്നേഹ, ഇഷ്ട, കാരുണ്യ ഒക്കെ ഉണ്ട്. പക്ഷെ പറമ്പ് ഓഹരി വെക്കുമ്പോൾ ആങ്ങളൻ്റെ പകുതിയേ പെങ്ങൾക്കുള്ളൂ. അതിന് കാരണം എന്താ പ്രിയപ്പെട്ടവരെ? അതിന് കാരണം എന്താ? ഇസ്ലാം ഇക്വാലിറ്റിയുടെ മതം തന്നെയാണ്. പെണ്ണിന് ബാധ്യതകൾ, സാമ്പത്തിക ബാധ്യത ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 4 തെങ്ങോണ്ട് ഓൻ എന്തൊക്കെ കാട്ടിക്കൂട്ടണം എന്നറിയോ നിങ്ങൾക്ക്? ഓൻ്റെ ബാധ്യതയാണ്, നമ്മൾ ആങ്ങളൻ്റെ ബാധ്യതയാണ്. എന്തെന്നറിയോ? ഉമ്മ, വാപ്പ, മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ അവൻ്റെ ബാധ്യതയാ. ഈ 3 കൂട്ടർക്കും എന്ത് വന്നാലും ഓലെ പരിചരിക്കേണ്ടത് ആരാ? ഓനാ. കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിയാതെ പുരയിലുള്ള പെങ്ങന്മാര്, ഇനി കല്യാണം കഴിഞ്ഞ് കഷ്ടകാലത്തിന് ഡിവോഴ്സായി പുരയെ വന്നിരിക്കുന്ന പെങ്ങന്മാരും കുട്ടികളുണ്ടെങ്കിൽ ഓല്, ഇവരൊക്കെ നോക്കേണ്ടത് ആരാ? ഓനാ. ഈ 4 തെങ്ങും വെച്ചിട്ട് ഇത്രയും ബാധ്യതകൾ ഓനുണ്ട്. ഇനി നമുക്ക് കിട്ടിയ 2 തെങ്ങില്ലേ, ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ബാധ്യത എന്താ? രാവിലെ എണീക്കുക, തെങ്ങും തോപ്പ് പോവുക, ഈ 2 തേങ്ങും ഇങ്ങനെ നോക്കി നിൽക്കുക, അതിമുള്ള തേങ്ങകളൊക്കെ ഇങ്ങനെ നോക്കുക, ഒരു തടമൊക്കെ കെട്ടിക്കൊടുത്ത് വെൽഡൻ ബോയ് എന്നൊക്കെ പറഞ്ഞ് നേരെ പുരയ്ക്ക് പോരുക. എന്തെങ്കിലും ബാധ്യത ഉണ്ടോ? ആ തേങ്ങ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരു ബാധ്യത ഇല്ലാന്ന്. ആ തേങ്ങ കൊണ്ട് നമ്മെപ്പോലും നമ്മൾ നോക്കേണ്ട കാര്യമല്ല. നമ്മൾ നോക്കേണ്ടത് ആരാ? ഇന്ന് നോക്കേണ്ടത് ആരാ? നൗഷാദക്ക. നമ്മൾ നോക്കേണ്ടത് ആരാ? നൗഷാദക്കല്ലേ? ഈ മഹല്ലത്തെ എല്ലാവരും കൂടെ നൗഷാദക്ക നോക്കൂല, നൗഷാദക്ക ഇന്നെ നോക്കും. നിങ്ങളൊക്കെ നോക്കേണ്ടത് നിങ്ങളെ ഈണകളാണ്. മൂപ്പര ബാധ്യതയത്. അപ്പം എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് വേണ്ടി ഞാനൊരു കടലമിഠായി പോലും വാങ്ങി തിന്നേണ്ട കാര്യമില്ല. ഇനി എനിക്ക് സമ്മാനമായിക്കൊണ്ട് എൻ്റെ ഉമ്മയും വാപ്പയും തരുന്നതാന്ന് വിചാരിക്കാം. കല്യാണത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ നമുക്ക് സമ്മാനമൊക്കെ തരുമല്ലോ ഉമ്മയും വാപ്പയില്ലേ? ഈ സമ്മാനത്തിൽ നിന്നുണ്ടല്ലോ ഒരു മിനുങ്ങിൻ്റെ പൊട്ട് പോലും, ഒരു മിനുങ്ങിൻ്റെ, ഒരു സ്വർണത്തിൻ്റെ ഒരു പൊട്ട് പോലും ആ പൈസയിൽ നിന്ന് ഒരു നയാ പൈസ പോലും എൻ്റെ സമ്മതമില്ല, അത് ആർക്ക് എടുക്കാൻ അവകാശമില്ല? നൗഷാദക്ക് എടുക്കാൻ അവകാശമില്ല. പഠിച്ചോനെ എടുത്തു പോയിക്കണമെങ്കിൽ പുറത്തെടുത്തലിട്ടുണ്ട് ഇയാളെ. അന്ത കാലത്തെ വിവരമില്ലാത്തതുകൊണ്ട് അറിയാണ്ട് എടുത്തതാ. ഈ ഡോക്ടർ ഇന്ന് ഇവിടെ പ്രസംഗിച്ച് പോയിക്കാണ്ട് കുടുംബം കലങ്ങരുത്. മനുഷ്യ എൻ്റെ കമ്മൽ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നാളെ തന്നെ തെറ്റി പോരേ പോവരുത് കേട്ടാ. അറിയാതെ എടുത്തു പോയതാ. മൂപ്പർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കി, ക്ഷമിച്ചു കൊടുക്കി, പരിഹാരം ഉണ്ടാക്കുക. ഒരു കമ്മലല്ലേ, പൈസ ഉണ്ടാക്കിക്കൂടെ അതൊക്കെ ഇല്ലേ? അപ്പൊ അവരെടുത്തു പോയിട്ടുണ്ട് എങ്കിൽ എൻ്റെ സമ്മതത്തോടെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതാണ് ദീന്. അവളുടെ സമ്മതത്തോടെ മാത്രമേ അവളുടെ സമ്പത്തിൽ നിന്നും അവനെടുക്കാൻ അവകാശമുള്ളൂ. അത്രയേറെ സാമ്പത്തിക ഭദ്രതയിൽ ആ പെണ്ണിനെ പഠിച്ചവന് സൃഷ്ടിച്ചിട്ടുള്ളത്. അത്രയും സാമ്പത്തിക ഭദ്രത ആ പെണ്ണിന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ആണിൻ്റെ ബാധ്യതയാ. ഓന് 4 തെങ്ങ് കൊടുത്താൽ മതിയോ? ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞാണി. ഇതൊക്കെ കൂടെ കേട്ടാൽ നമ്മളെ തെങ്ങൊന്നും കൂടെ ഒന്നും നമ്മൾ കൊടുക്കൂലേ? ഇതാണ് ബാധ്യത. പെണ്ണിന് അത്രയും ബാധ്യതയില്ല. ഒരിക്കലേ ഇങ്ങനത്തെ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈ ബാധ്യതയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ അന്ന് നൗഷാദക്ക എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നൗഷാദക്ക വണ്ടിയിൽ നിന്ന് എന്നോട് പറയണേ, എന്നാലും ഖദീജ ഒക്കെ കൊടുത്തീനേന്ന്. ഹേ, ഞാൻ ഒരു ചെയ്ത് ഖദീജ അല്ല, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഒക്കെ കൊടുത്തീനിയല്ലോ. അപ്പം ഞാൻ ചോദിച്ചു ആർക്കേ കൊടുത്തെന്ന് ചോദിച്ചു. അല്ല, കൊടുത്തത് റസൂലിനാണ് അല്ലേ? കൊടുത്തത് ആർക്കേ കൊടുത്ത്? അള്ളാൻ്റെ പ്രവാചകർക്ക് അല്ലേ? കുറച്ചടങ്ങാറാ. പണ്ട് ചോദിച്ചില്ലേ ഭാര്യയെ, പ്രിയപ്പെട്ടവള് മൂപ്പരെ പ്രിയപ്പെട്ടവളോട് ചോദിക്കുക, എടി എൻ്റെ മുത്തേ അനക്ക് എൻ്റെ ഖദീജ ആയിക്കൂടേന്ന്. അപ്പോൾ ഓള് തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ പ്രവാചകരാവാൻ പറ്റുമോന്ന്. അപ്പോൾ ഓൻ പറഞ്ഞു ഇത്രേ, എന്നുവെച്ചാൽ അത്ര ഗതിയിട്ട് ഖദീജ ആവണ്ട. കാരണം എന്താ? ഖദീജയാവാൻ ബുദ്ധിമുട്ടാ. അതിനേക്കാളും ബുദ്ധിമുട്ടാ അള്ളാൻ്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ ആ സ്വഭാവമുള്ള മനുഷ്യനാവാന് കുറച്ചടങ്ങാറാ. കാരണം റസൂലിനെ പോലെ ആയാലേ തുണിയും കുപ്പായും പിന്നെ ഒറ്റക്ക് കഴുകേണ്ടി വരും. ഹോളെ കൊണ്ട് കഴുകിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. ഒറ്റക്ക് കഴുകി ഇസ്തിരി ഇട്ടിടേണ്ടി വരും. ഈ ഷൂ പോളിഷ് ചെയ്യലോ ഓളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ? പറ്റൂല. എന്ന് അതും ഒറ്റക്ക് ചെയ്യേണ്ടി വരും. ഇനി അഥവാ ഓളെ അടുക്കളയിൽ ഇറച്ചി മുറിക്കുന്നുണ്ടെങ്കിലോ ഓളെ കൊണ്ട് ഒറ്റക്ക് മുറിപ്പിക്കാൻ പറ്റുമോ? പറ്റുണ്ണിയാളെ അതും പറ്റൂല. അടുക്കളയിൽ പോയി ഓളെ സഹായിക്കേണ്ടി വരും. ഇനി അഥവാ വാരിയലിൽ നിന്നല്ലേ ഓളെ സൃഷ്ടിച്ചത്, ഈ വാരിയലിനെ നിവർത്താൻ നോക്കണ്ട. ചിലപ്പോൾ അത് പൊട്ടിപ്പോകും.
അതുകൊണ്ട് അവളിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ ആ നന്മയിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക, ബാക്കി തിന്മൻ്റെ പ്രതിഫലമൊക്കെ ഓൾ അനുഭവിച്ചോളൂ എന്നാണ് പറയണത് അല്ലേ. ഇതൊക്കെ നമുക്കുള്ളൊരു കുഴിയാലേ അത്. ഒരു നന്മ ഉണ്ടല്ലോ, ബാക്കിയൊക്കെ മൂപ്പര് സഹിച്ചോളും എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ മൂപ്പര് സഹിച്ചോളും. അവിടെ പോയി ആരൊറ്റക്ക് സഹിക്കണം? അവിടെ പോയി ആരൊറ്റക്ക് സഹിക്കണം? ഞാൻ ഒറ്റക്ക് ഈബത്തും നമീമത്തും പറഞ്ഞ അയലോക്കത്ത് കൂടിയൊക്കെ നടന്നാലും മൂപ്പരെ ബാധിക്കൂല. ഓള് നല്ലോണം ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട്, ഇന്ന സംതൃപ്തി ഞാൻ നോക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്, എന്നെ അനുസരിക്കുന്നുണ്ട്, മൂപ്പർക്ക് അത്ര നോക്കിയാൽ മതി. അപ്പുറം വരെ പോയി പരദൂഷണം പറയണത് മൂപ്പരെ കെയർ ഓഫ് പെടുവോ? ഇല്ല. അത് ആരൊറ്റക്ക് അനുഭവിക്കേണ്ടി വരും? നമ്മൾ ഒറ്റയ്ക്ക് അല്ലേ. അതിനെയാണ് പറഞ്ഞത് കുറേയേറെ തിന്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നന്മയെങ്കിലും ഉണ്ടാവും, ആ നന്മയിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടഞ്ഞോന്ന്. അപ്പം ആ തിന്മകളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ മൂഡ് സ്വിങ്സ് ഒക്കെ വരുമല്ലോ അല്ലേ. ഓവുലേഷൻ നടക്കുന്ന സമയത്ത്, ഓവുലേഷൻ്റെ 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് പല ഹോർമോണൽ ചേഞ്ചസും പെണ്ണിന് വരുമ്പോൾ ചില മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്ന സമയത്ത് കയ്യിലുള്ള ഗ്ലാസ്സൊക്കെ ചിലപ്പം അറിഞ്ഞ് താഴേക്ക് വീഴും. ഏത് ഇല്ലേ? ഇങ്ങനെ ഗ്ലാസ് എങ്ങാനും താഴേക്ക് വീണാൽ ഓളെ പ്രാഗി പറയാൻ പറ്റുമോ? ഓളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? എപ്പോ? പ്രവാചകനാവാൻ ശ്രമിക്കുമ്പോഴേ പറ്റുമോ? ഇല്ല. കുമ്പിട്ട് ആ ഗ്ലാസിൻ്റെ ഓരോ കഷ്ണവും വൃത്തിയാക്കി എൻ്റെ പ്രിയപ്പെട്ടവൾ ഇങ്ങനെയല്ലട്ടോ എന്ന് പറഞ്ഞ് സൈക്കോളജിക്കലി ഓൾക്ക് എനർജി കൊടുക്കാനും കൂടെ ശ്രമിക്കേണ്ടി വരും. ആരായി മാറുമ്പോൾ? അഷ്റഫുൽ ഖൽഖായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായി മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരു പ്രശ്നം പിന്നെ ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കി, ആരായിരുന്നു? ഒരു രാജ്യം മുഴുവൻ ഭരിച്ച ഭരണകർത്താവായിരുന്നു, ഗൃഹനാഥനായിരുന്നു, ആ ജനങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, അൽ അമീനായിരുന്നു. എന്നിട്ട് പോലും ഒരിക്കൽ പോലും ദേഷ്യം പിടിച്ചവനായി കണ്ടിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുക. ദേഷ്യം പിടിച്ചവനായി കണ്ടിട്ടില്ല എന്നാരെ? പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. പക്ഷെ ദേഷ്യം വരുമ്പോൾ മുഖം ഇങ്ങനെ ചുമന്ന് തുടിക്കുമായിരുന്നു എന്ന്. അതാണ് ദീന്, അതാണ് ഇസ്ലാം. അതിനനുസരിച്ച് നമ്മൾ ആവണം എന്നുണ്ടെങ്കിലേ ഈ സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയൊക്കെ പേരിൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റി ജീവിക്കുമ്പോൾ, പിണങ്ങി ജീവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, എൻ്റെ ആങ്ങളയല്ലേ എൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ നിന്നല്ലേ ഓനും വന്നത്, ഒരു വീട്ടിലല്ലേ ഞങ്ങൾ ജീവിച്ചത്, ഒരേ രക്തമല്ലേ ഞങ്ങളുടെ സിരകളിലൂടെ ഓടുന്നത്, ഞാൻ പുറത്തു കൊടുക്കട്ടെ, ഞാൻ ക്ഷമിച്ചു കൊടുക്കട്ടെ. ആദർശത്തിലുള്ള വ്യത്യാസമല്ലേ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്താഗതിയിലുള്ള വ്യത്യാസമല്ലേ, എൻ്റെ ഏട്ടനല്ലേ, എൻ്റെ അനിയനല്ലേ, ഞാൻ ക്ഷമിച്ചു കൊടുക്കട്ടെ, ഞാൻ പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ക്ഷമിച്ചു കൊടുത്താൽ, പുറത്തു കൊടുത്താൽ അടുത്ത നിമിഷം നമ്മൾ മുസല്ല വിരിക്കുമ്പോൾ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും. ഇല്ലെങ്കിൽ വെറുതെയാ. എക്സസൈസിൻ്റെ ഗുണം കിട്ടും അല്ലേ? എക്സസൈസ് ആണല്ലോ, കുറേ നേരം റുക്കൂലും സുജൂദിലൊക്കെ എക്സസൈസിൻ്റെ ഗുണം കിട്ടും. അല്ലാണ്ട് പടച്ചോൻ്റെ അർശിലെത്തൂല പ്രിയപ്പെട്ടവരെ. പൈസ മുഴുവൻ ദാനധർമ്മം ചെയ്തിട്ടും കാര്യമില്ല. കുടുംബങ്ങൾ തമ്മിൽ തെറ്റി പിണങ്ങി ജീവിക്കുകയാണോ, ഈ ഇബാദത്തുകളൊന്നും റബ്ബ് സ്വീകരിക്കണില്ല എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ദീന് നമുക്ക്. അതുകൊണ്ട് പിണങ്ങുന്നവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. പിണക്കം മാറ്റി നിർത്തുക, ഇണങ്ങുക. ആരുമായിക്കോട്ടെ, കുടുംബത്തിലുള്ള ആളാണോ ഇന്ന് തന്നെ പോയി പൊരുത്തപ്പെട്ടരാൻ പറയാ, ക്ഷമിച്ചരാൻ പറയാ. 1.5 മണിക്കൂറേ ഒരു പെൺകുട്ടിക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ അവളോട് ചോദിച്ചു, ഇപ്പം എനിക്ക് എന്താ തോന്നണേന്ന്. അവനോട് അറിയാം, ഡോക്ടർ പറഞ്ഞതൊക്കെ ശരി തന്നെയാ, പക്ഷേ മരിച്ചാലും ഞാനോക്ക് പുറത്തു കൊടുക്കൂല എന്ന്. എന്തേപ്പം ഉണ്ടായി? എൻ്റെ 1.5 മണിക്കൂർ വേസ്റ്റായില്ലേ? എൻ്റെ 1.5 മണിക്കൂർ വേസ്റ്റായി. മരിച്ചാലും അവള് പുറത്തു കൊടുക്കൂലല്ലോ. ആര്? നമ്മൾ മനുഷ്യന്മാരെ പുറത്തു കൊടുക്കൂലെന്ന്. എന്താ പടച്ചോ നമുക്ക് പുറത്തുതരുന്നില്ലേ? ആര്? റബ്ബ്, നമ്മളെ സൃഷ്ടിച്ച ജഗന്നിയന്താവായ നാഥൻ നമുക്ക് പുറത്തുതരുന്നുണ്ട്. ഏത് ചെറ്റത്തരം പകല് ചെയ്താലും നമ്മൾ രാത്രി കിടന്ന് റബ്ബിൻ്റെ മുമ്പിൽ തഹജ്ജുദ് കിടന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ, കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പടച്ചോനും ഇതുപോലെ ആകാശത്ത് നമ്മളോട് പറയാ, അനക്ക് ഞാൻ പുറത്തുതരുന്നില്ല എന്ന്. എങ്ങനെ ഉണ്ടാവും? റബ്ബ് പറയോ? പറയൂല. റഹ്മാനും റഹീമും അഫൂറും വദൂദുമാണ്. പറയൂല പ്രിയപ്പെട്ടവരെ. പഠിച്ചോ നമുക്ക് പുറത്തരും. പിന്നെയാണോ നിസ്സാരക്കാരായ നമ്മൾ മനുഷ്യർ? പുറത്തു കൊടുക്കുക. എൻ്റെ ജീവിതത്തിലെ പുറത്തു കൊടുക്കുന്ന
ഒരു മനുഷ്യനെയും സങ്കടപ്പെടുത്താത്ത വേദനിപ്പിക്കാത്ത ആങ്ങളെയും പെങ്ങളും മകളും ഒക്കെ ആയി മാറാൻ ശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഭാര്യയായി മാറാൻ, ഭർത്താവായി മാറാൻ ശ്രമിക്കുക. അതാണ് നേരത്തെ പറഞ്ഞു വെച്ചത്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രിയ പത്നിമാരുടെയും മാതൃക നമ്മളെ മുമ്പിലുണ്ട്. അവരുടെ പോലെയാവുക. മത്സരിക്കുമായിരുന്നു, രസിക്കുമായിരുന്നു, ചിരികളും കളികളും അവർക്കിടയിൽ ഉണ്ടാവുമായിരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമായിരുന്നു, ക്ഷമിക്കുമായിരുന്നു. പിണക്കങ്ങൾക്കൊടുവിൽ ആദ്യം ആരാണോ ഇണങ്ങുന്നത് അയാളാണ് ഉത്തമനെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം മതം. പിണക്കൊക്കെ ഉണ്ടാവും, ഭാര്യയും ഭർത്താവും അല്ലേ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഭാര്യൻ്റെ ഭർത്താവിൻ്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ പിണക്കത്തിന്, ആ അഭിപ്രായ വ്യത്യാസത്തിനൊടുവിൽ ഞാനാണ് ആദ്യം മിണ്ടുക എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക്, ആ പുണ്യം ലഭിക്കാൻ ഞാനാണ് ഏറ്റവും അർഹൻ എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് ആണും പെണ്ണും എത്തുമ്പോൾ ഒരു ദിവസം മുഴുവൻ പിണങ്ങി നിൽക്കാൻ തോന്നുമോ? രാത്രി രണ്ടാളും പിണങ്ങി 2 റൂമിൽ പോയി കിടന്നുറങ്ങാൻ തോന്നുമോ? അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കല്യാണം കഴിക്കണ്ട, കെട്ടണ്ടയാളെ. സോളോ ലൈഫല്ലേ, സിംഗിൾ ലൈഫല്ലേ, മൈ ലൈഫ് മൈ ചോയ്സ് അല്ലേ. എന്ത് രസാ. പെണ്ണും കെട്ടണ്ട, കല്യാണം കഴിക്കണ്ട, ഏൺ ചെയ്യുക, പൈസ ഉണ്ടാക്കുക, അടിച്ച് പൊളിച്ച് ജീവിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ആദിലാനൂറൊക്കെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വരിക, ആഘോഷിക്കപ്പെടുക അല്ലേ. ലെസ്ബിയൻ ആയാലിപ്പോൾ എന്താ, ഗേ ആയാലിപ്പോൾ എന്താ, ആണും പെണ്ണും കല്യാണം കഴിക്കണില്ലേ. ഇപ്പം പെണ്ണിനും പെണ്ണിനും പരസ്പരം സ്നേഹിച്ചാലിപ്പോൾ എന്താ ഹറാമാ, തെറ്റാ. സമൂഹം നിലനിൽക്കില്ല, അവിടെ അങ്ങ് അവസാനിക്കും. ഒരു മെഡിക്കൽ സയൻസും ഒരു ശാസ്ത്രവും ഇങ്ങനെയൊരു ജീനോ ഇങ്ങനെയൊരു ഹോർമോണോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എസ് എ ഡോക്ടർ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരാൻ പറ്റും. ഒരു ശാസ്ത്രവും ഒരു മനഃശാസ്ത്രവും ഒരു മെഡിക്കൽ സയൻസും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നതെന്താ? ആ തോന്നൽ എന്താ? മാനസിക രോഗാണേ, ഭ്രാന്താണേ. അപ്പം അതിന് ചികിത്സിക്കണം. അപ്പോൾ അതിനെ നമ്മൾ ചികിത്സിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ചിന്തയാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെ കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്നത്. അതേസമയം പുരയ്ക്ക് നോക്കുമ്പോൾ, വീട്ടിൽ നോക്കുമ്പോൾ ഉമ്മയും വാപ്പയും കീരിയും ബാബും കണ്ട പോലെയാ. ഞങ്ങൾ നിലമ്പൂരുള്ള കീരിയും ബാബും തന്നെയല്ലേ എവിടെയുള്ളത് അല്ലേ? എപ്പോഴും പ്രശ്നങ്ങളല്ലേ, എപ്പോഴും അടിപിടിയല്ലേ? അല്ല, അതുപോലെയല്ല. ഉമ്മയും വാപ്പയും സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ വിവാഹത്തിലൂടെ സ്നേഹവും സംതൃപ്തിയും സമാധാനവുമാണ് ഉണ്ടാകേണ്ടതെന്ന് പരിശുദ്ധ ഖുർആൻ മക്കളെടുത്ത് വായിക്കുമ്പോൾ കാണുക. പുരയിലാണെങ്കിലോ, അടുക്കളയിൽ ഉമ്മ പറയാണ്, എൻ്റെ വാപ്പാനെ കെട്ടിന്ന് തുടങ്ങിയതാണ് എൻ്റെ കലികാലം അല്ലേ. സിറ്റ് ഔട്ട് എന്ന് വാപ്പ പറയാണ്, എൻ്റെ ഉമ്മ തലയിലായി അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം. ഖുർആനിൽ കാണുകയാണ്, നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. കുട്ടിയുടെ ചിന്ത ആകെ കോൺട്രവേഴ്സിയായി അല്ലേ. ഇതിലേതാ സത്യം? ഖുർആൻ ഒന്ന് പറയണു, പടച്ചോനൊന്ന് പറയുന്നു, ഉമ്മയും വാപ്പയും വേറെ രൂപത്തിലും. അതുകൊണ്ട് ആദ്യത്തെ മാതൃക വീട്ടിലാണ്. നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക, അവർക്ക് മുൻപിൽ വെച്ച് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക എന്ന് 6-ാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മളെയാണ് പ്രിയപ്പെട്ടവരെ. അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ എന്നിൽ അർപ്പിതമായ ഓരോ ബാധ്യതകളും ഏറ്റവും നല്ല മുസ്ലിമയാവുമ്പോൾ ഏറ്റവും നല്ല മകളായി തീരുവാനും, ഏറ്റവും നല്ല മകനായി തീരുവാനും, ഏറ്റവും നല്ല പെങ്ങളായി തീരുവാനും, ഏറ്റവും നല്ല ആങ്ങളയും ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവും അയൽവക്കക്കാരനുമായി തീരുവാൻ ഞാൻ ശ്രമിക്കുക. ഇത്രയേറെ പ്രാധാന്യമുണ്ട് അമ്മായിമ്മയും മരോളും തമ്മിലും ഇല്ലേ. ഇന്ന് ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ കേൾക്കുന്നൊരു ചോദ്യമാണ്, ഡോക്ടറെ കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പളിൻ്റെ വീട്ടിൽ നിൽക്കണോന്ന്. ഇത് വടകരയാ? ഇവിടെ എവിടെയാ നിൽക്കുക? ഭർത്താവിൻ്റെ വീട്ടിലല്ലേ? കണ്ണൂരല്ലേ പെണ്ണുങ്ങളെ വീട്ടിൽ നിൽക്കുക? ഞങ്ങളൊക്കെ നാട്ടിലെ ഇവിടത്തെ പോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലാണല്ലോ സാധാരണ നിൽക്കുക. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ ചോദ്യമാണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണോ? അടുത്ത ചോദ്യം, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പയും നമ്മളെ ബാധ്യതയാണോ? നമ്മുടെ ബാധ്യതയാണോ? ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ കൂടെ താമസിക്കേണ്ടതുണ്ടോ? എന്താ സംശയം? ഉണ്ട്. ഇതന്നെയാണ് അതിൻ്റെ ഉത്തരം.
ദീനാണോ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനാണോ, ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പയും നമ്മളെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ. കാരണം എന്താണെന്നറിയോ, അവിടെ നമ്മൾ നെയ്യത്ത് മാറുകയാണ് വേണ്ടത്. കല്യാണം കഴിക്കുന്നതോട് കൂടിയിട്ട് ഏറ്റവും നല്ലൊരു മരുമകളാവുന്നത്, ഏറ്റവും നല്ലൊരു ഭാര്യയാകുന്നത് പടച്ചോൻ്റെ സ്വർഗം കിട്ടാനാ. അതാണ് ആദ്യത്തെ നിയത്ത്. രണ്ടാമത്തെ നിയത്ത് എന്താ? ഭർത്താവിൻ്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കാനാ, ഭർത്താവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടിയിട്ടാ. മൂന്നാമത്തെ ഒരു നിയത്തും കൂടി അറിയാതെ നമ്മളുള്ളിൽ വരൂലേ. എന്താ? അമ്മായിമ്മ അമ്മോശാക്കിയും നല്ലത് പറയണം. അമ്മായിമ്മ അമ്മോശാക്കിയും എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ സ്നേഹിക്കണ പോലെ സ്നേഹിക്കണം. അതിമോഹമാണ് പ്രിയപ്പെട്ടവരെ. 50% അമ്മായിമാരും അമ്മോശാക്കിയും പറയൂല. പക്ഷേ അവർ പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ നോക്കാണ്ടിക്കൽ എൻ്റെ ദീനല്ല, എൻ്റെ ഇസ്ലാമല്ല. കാരണം ഞാൻ അവരുടെ പ്രീതിയല്ല ആവശ്യപ്പെടുന്നത്, നാട്ടുകാരുടെയും അയൽവാസികളുടെയും കുടുംബക്കാരുടെയും പ്രീതി അല്ല എനിക്ക് വേണ്ടത്, പഠിച്ചോൻ്റെതാ, പിന്നെ എൻ്റെ ഭർത്താവിൻ്റെതാ. ആദ്യത്തെ ബാധ്യത പ്രായമായ ഉമ്മാനെയും ഉപ്പാനെയും നോക്കേണ്ടത് അവരുടെ മകനായ എൻ്റെ ഭർത്താവ് ആണ് എങ്കിൽ വീടിൻ്റെ ചെലവും കാര്യങ്ങളും നോക്കേണ്ടത് ആരാ? ഉമ്മാനെയും വാപ്പാനെയും നോക്കി മൂപ്പര് പണിക്കോവാണ്ട് പുരയിലിരിക്കാന്ന് വിചാരിക്കുക. ഇൻസുലിൻ വാങ്ങാനുള്ള മരുന്നിൻ്റെ പൈസ ആരാ? മൂപ്പരെന്നെ പോണ്ടേ. അതുകൊണ്ട് പുറത്തിറങ്ങിപ്പോയി ജോലി ചെയ്യുന്ന ഭർത്താവിന് വേണ്ടി ഭർത്താവിൻ്റെ ഉമ്മയെയും ഉപ്പയെയും ആ സ്ത്രീയാണ് നോക്കേണ്ടത്, ആ പെണ്ണാണ് നോക്കേണ്ടത്. ഇത്തരം ചോദ്യങ്ങളുമായിട്ട് വരുന്ന മക്കളുടെ മനസ്സെന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അല്ലെങ്കിൽ ഈ ചിന്ത മനസ്സിൽ വരുമ്പോൾ നമ്മളുടെ ഹൃദയം എന്തായി തീർന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, നെയ്യത്ത് അല്ലാഹുവിലേക്ക് മാറ്റുക. ഏറ്റവും നല്ല മരുമകളും ഏറ്റവും നല്ല അമ്മായിമ്മയാവുക. അമ്മായിമാക്ക ഒരു ഉദാഹരണം കൂടി പറഞ്ഞു നിർത്താട്ടോ. അമ്മായി അല്ല പിന്നെ പക്ഷപാതം കാണിച്ചതാവൂലേ, മരുക്കളെ പറ്റി മാത്രം പറഞ്ഞ് അമ്മായിമാരെ പറ്റി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ എത്ര വരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മായിമ്മ മകൾ മറുമകളാണ്, മകളും മറുമകളുമാണ്. അനീതി കാണിക്കുന്നതിൻ്റെ ശിക്ഷ എന്താണെന്നറിയോ? പല കുറ്റങ്ങളുടെയും പല തിന്മകളുടെയും ശിക്ഷ പടച്ചോൻ പരലോകത്തേക്ക് മാറ്റിവെക്കും. എന്നിട്ട് പടച്ചോൻ പറയാ, ചില കാര്യങ്ങളുടെ ശിക്ഷ ഞാൻ ഈ ഭൂമിയിൽ തന്നെ കൊടുക്കുന്നു. അതിലൊന്നാമത്തത് ഫിത്തിന ഉണ്ടാക്കുക. കുടുംബത്തിൻ്റെ ഉള്ളിൽ നാട്ടുകാർക്കിടയിൽ മനുഷ്യന്മാർക്കിടയിൽ ഫിത്തിന ഉണ്ടാക്കുക. രണ്ടാമത്തെ എന്താണെന്നറിയോ? അനീതി കാണിക്കുക. അനീതിക്കൊരു ഉദാഹരണം കൂടെ പറഞ്ഞു നിർത്തുക. ആ ഉദാഹരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഒരിക്കലേ മകള്, ഞങ്ങളൊക്കെ നാട്ടിൽ നോമ്പായി കഴിഞ്ഞ് നനച്ചുളിയാണൊരു പരിപാടിയുണ്ട്, കേട്ടിട്ടുണ്ടാ? വീട് മുഴുവൻ ഇങ്ങനെ മറച്ചിട്ടിട്ട് വൃത്തിയാക്കും. അതായത് റാക്കിൻ്റെ മുകളിൽ ജാമ്പവാൻ്റെ കാലത്ത് നമ്മൾ ഉപയോഗിച്ച വല്ല പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അത് തൊടുക്ക് വലിച്ചെറിയാൻ പോലും പറ്റാത്ത പാത്രങ്ങളാണ്. കാരണം വലിച്ചെറിയാനും പറ്റൂല, അത്രയും മോശപ്പെട്ട പാത്രങ്ങളൊക്കെ ഉള്ളിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. നോമ്പായി കഴിയുമ്പോൾ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഉണക്കി തുടച്ച് വീണ്ടും അതിൻ്റെ മുഴുക്കനെ വെക്കും. എന്തിനാ? അടുത്ത നോമ്പാകുമ്പോൾ വീണ്ടും എടുത്ത് തുടച്ച് അങ്ങോട്ട് മുഴുക്കനെ വെക്കാൻ. ഇതൊരു ആചാരമായിട്ട് ചില വീട്ടിലൊക്കെ ഉണ്ടാവുകയെ. അപ്പോൾ ഒരു വീട്ടിൽ മരുമോള് ഏണിയൊക്കെ വെച്ച് കയറി പാത്രങ്ങൾ ഓരോന്നും മുട്ടുകാലും ഇല്ല, ഊരയില്ല. ഇവളും അമ്മായിമ്മ നോക്കിക്ക താഴെ പേടിച്ചിട്ട് ഈ കോണിയും കയറി ഇത് ഓരോന്ന് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഉമ്മാൻ്റെ മോള് വരിക. ആര്? ഉമ്മാൻ്റെ പെറ്റുപോറ്റ മകളില്ലേ, മോള് കയറി വരിക. കയറി വന്ന് സോഫയിലങ്ങ് ലഗേജൊക്കെ വലിച്ചെറിഞ്ഞിരുന്ന് കരഞ്ഞ്, ഉമ്മ 3 ദിവസമായി പുരയിൽ നനച്ചുള്ളേനെ, എൻ്റെ ഊര് പോയി, എൻ്റെ കാല് പോയി, ഇപ്പോഴത്തെ കാലത്തും ഉണ്ട് എങ്ങനെയൊക്കെയൊന്നും ആ ഉമ്മാക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ സമയത്ത് ഉമ്മ പറയാ, ഇപ്പോഴത്തെ കാലത്തുണ്ട് ഇങ്ങനത്തെയൊക്കെ തള്ളാര്, ഇപ്പോഴത്തേക്ക് കാലത്തുണ്ടോ ഇങ്ങനത്തെയൊക്കെ തള്ളാര്. മറ്റോള അതിൻ്റെ മുകളിലാ, ഏണീൻ്റെ മുകളിൽ. ഓള് താഴത്തേക്കൊരു നോട്ടം, ഓള് ഇത് കേട്ട് താഴേക്കൊരു നോട്ടം. അപ്പം ഉമ്മ മുഖത്തേക്ക് നോക്കിയപ്പോൾ പറഞ്ഞ് ഉണ്ടായിക്കില്ലമ്മാന്ന്. മനസ്സിലായല്ലോ? ഈ ഒരൊറ്റ ഉദാഹരണത്തിൽ കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് മകൾ വേറെയും മരുമകൾ വേറെയല്ല. മരുമകൾ എന്ന പേരുണ്ടായത് പോലും മറുമകൾ എന്നാണ്. മകളുടെ മറുഭാഗമാണ് മരുമകൾ. ഈ വ്യത്യാസം കാണിച്ച പടച്ചോൻ അവിടേക്ക് എത്താൻ കാത്തിക്കൂല, ഭൂമിയിൽ തന്നെ ചോദിക്കുന്ന പറയണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, അമ്മായിമ്മമാരെ, ഈ മറുമകളെ ഇങ്ങക്ക് കാല് വെച്ചുത്തി വീണ ഉണ്ടാവുള്ളൂ അല്ലേ? ഓളെ ചിലപ്പോൾ പുതിയാപ്പിള വിട്ടോളന്നില്ല, ഓള് ചിലപ്പോൾ അവിടെ നിന്ന് വന്നോളന്നില്ല. ആര്? മകള്.
മറുമകളെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്തയിൽ ഇതിനൊക്കെ റബ്ബിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം കൂടി ഉണ്ട് എന്ന ചിന്തയിൽ ഇവിടെ ചെയ്യുന്ന ഇബാദത്തുകൾ ഇവിടം കൊണ്ട് നഷ്ടപ്പെടരുതേ എന്ന ചിന്തയിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചോൻ നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ, ഈ ഒരു നല്ല സദസ്സ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും പടച്ചോൻ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.